ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കണ്ടസ്റ്റൻസ് എല്ലാവരും എത്തി. നമുക്ക് അത്യാവശ്യം കുറേയധികം ആൾക്കാരൊക്കെ നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അതിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ട റെനാസുന. അയ്യോ, പറയാതെ നിവർത്തിയില്ല. സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന, കത്തി കയറിക്കൊണ്ടിരിക്കുന്ന ഒരു താരം തന്നെയാണ് റെനാസുന എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശാരിക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഹോട്ട് സീറ്റിൽ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു അതുല്യ പ്രതിഭയുണ്ടല്ലോ, പുള്ളിക്കാരിയുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ടായിരുന്ന അനുമോളുണ്ട്. അങ്ങനെ ഒരുപാട് നമുക്കറിയാവുന്ന കുറേയധികം താരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കറിയാൻ പാടില്ലാത്തതും കുറേ എണ്ണങ്ങളുണ്ട്. പിന്നെ ഇതിലെനിക്ക് എടുത്ത് പറയേണ്ടത് 2 ലെസ്ബിയൻ കപ്പിൾസിനെ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഒരു നല്ല റിയാലിറ്റി ഷോയിലേക്ക് കയറ്റിവിടുന്നത്? ഇവരൊക്കെ നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ്? ഇവരെ കണ്ട് പഠിക്കണം എന്നാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളവരെ കണ്ട് അല്ലെങ്കിൽ ഇതുപോലുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കഴിയില്ല. നല്ല നല്ല കഴിവുകളുള്ള ആർട്ടിസ്റ്റുകളെ ഇതുപോലുള്ള ഷോയിലേക്ക് കയറ്റിവിടുക. അല്ലാതെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത അവർ ഈ ഒരു ലെസ്ബിയൻ കപ്പിൾ ആയതുകൊണ്ടാണോ അവർ ഈ ഒരു ഷോയിലേക്ക് കയറ്റിവിട്ടത്? എന്തായാലും എനിക്ക് ഇവരുടെ ഈ ലെസ്ബിയൻ കപ്പിൾ അത്ര ഒരു താല്പര്യമുള്ള ഒരു സംഭവമല്ല. അതുപോലെ തന്നെ അവരുടെ പാരൻസ് ഒന്നും തന്നെ അവർക്ക് സപ്പോർട്ടല്ല. ഈ 2 വ്യക്തികൾ, ആദില ആൻഡ് നൂറ, ഇവർ ഒരുമിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്നു. അവരെങ്ങനെ ബിഗ് ബോസിൽ എത്തിയെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ എന്തിൻ്റെ പേരിലാണ് ഇതുപോലുള്ള ഷോയിലേക്കൊക്കെ കയറ്റിവിടുന്നത് എന്തായാലും അറിയില്ല. പിന്നെ രേണുസുധിയെ സംബന്ധിച്ചിടത്തോളം, രേണുസുധി സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന അല്ലെങ്കിൽ വൈറലായിട്ടുള്ള ഒരു താരമാണ്. അവർക്ക് ഇതിലൊരു അവസരം കിട്ടിയത് നല്ലത് തന്നെയാണ്. അവരുടെ കഴിവ് തെളിയിക്കാൻ, അവരെന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ തെളിയിക്കാൻ അവർക്ക് എന്താ പറയുക, ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ആ ഒരു അവസരം നല്ല രീതിയിൽ വിനിയോഗിക്കുക. ഇത്രയും നാൾ അല്ല ഇത്രയും ദിവസങ്ങൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കൂത്താടിയ പോലെയുള്ള കൂത്താട്ടമല്ല ബിഗ് ബോസിൽ പോയി കാണിക്കേണ്ടത്. അവരെന്താണോ എങ്ങനെയാണോ അത് സത്യസന്ധമായിട്ട് അവിടെ കാണിക്കുക. പിന്നെ ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് ഞാൻ സുധിച്ചേട്ടൻ്റെ ഭാര്യയാണ്, എൻ്റെ സുധിച്ചേട്ടൻ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവിടെ കൊല്ലം സുധിയുടെ വൈഫാണ് എന്നുള്ള ലേബല് ഒന്നും ആവത്തില്ല. അവിടെ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഗെയിം കളിക്കണം, അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യണം. അല്ലാതെ പുറത്ത് സോഷ്യൽ മീഡിയയിൽ അയ്യോ എൻ്റെ സുധിച്ചേട്ടൻ, എന്നെ കല്യാണം കഴിച്ച സുധിച്ചേട്ടൻ അങ്ങനെയാ ഇങ്ങനെയാന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം സുധി എന്താകും, എങ്ങനെയാകും, ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിൽക്കുമോ അതോ പെട്ടെന്ന് തന്നെ ഔട്ടാകുമോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം. എന്തായാലും കൊള്ളാം. ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസ് ഓൾമോസ്റ്റ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ളവരാണ്. സ്റ്റാർ മാജിക്കിലെ അനു, രേണുസുധി, ശാരിക, പിന്നെ എന്താണ് അപ്പാനി ശരത്ത്, അങ്ങനെയുള്ള കുറേ താരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് അറിയാൻ പാടില്ലാത്ത 1-2 ആൾക്കാരൊക്കെ ഉണ്ട്. അറിയില്ല എങ്ങനെയാകും ഇപ്രാവശ്യത്തെ വിന്നർ ആരാകും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇനി നമുക്ക് ഈ ഒരാഴ്ച നോക്കാം ആരായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത് എന്നൊക്കെ അറിയാം. പിന്നെ നമ്മുടെ ഒരു സീരിയൽ നടിയുണ്ട്, വിന്നി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി കൊള്ളാം കേട്ടോ. എനിക്ക് ആ ഒരു കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മുടെ ഏഷ്യാനെറ്റിൽ സീരിയലിലൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അത് കൊള്ളാം. എന്തായാലും നല്ല രീതിയിലൊക്കെ ഗെയിം കളിക്കുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അറിയില്ല എങ്ങനെയാകും എന്താകുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഞാനും കട്ട വെയിറ്റിങ്ങിലാണ്. എന്താണ് ബിഗ് ബോസിലെ രേണുസുധിയുടെ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇത്രയും നെഗറ്റീവ് സമ്പാദിച്ചിട്ടാണ്, അതായത് സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് സമ്പാദിച്ചാണ് ഇത്രയും ഒരു ഉയരങ്ങളിൽ രേണുസുധി എത്തിയിരിക്കുന്നത്. കാരണം ഇന്നവർക്ക് ബിഗ് ബോസ് എന്ന ഒരു വലിയ റിയാലിറ്റി ഷോയിലൊക്കെ അവർക്ക് അവസരം കിട്ടിയിരിക്കുന്നുവെങ്കിൽ അത് അവരുടെ ഈ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് തന്നെയാണ്. അല്ലാതെ അവർ വലിയ നല്ല കാര്യമൊന്നും ചെയ്തിട്ടില്ല. അവരുടെ ഒരു പബ്ലിസിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. ആ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണ് രേണുസുധിക്ക് ഇപ്പോൾ ബിഗ് ബോസിലേക്ക് ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ഏത് രീതിയിൽ അവർ വിനിയോഗിക്കുമെന്ന് കണ്ട് തന്നെ അറിയണം. അപ്പോൾ എന്തായാലും രേണുവിൻ്റെ പെർഫോമൻസ് കാണാൻ ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഇതുവരെ നമ്മൾ രേണുവിൻ്റെ പല നെഗറ്റീവ് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ട്, രേണുവിനെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി കളി മാറുകയാണ്. കാരണം രേണു ഇപ്പോൾ ഒരു റിയാലിറ്റി ഷോയിൽ വന്നിരിക്കുകയാണ്. ആ ഒരു റിയാലിറ്റി ഷോയിൽ രേണു നല്ല രീതിയിൽ ഗെയിം കളിക്കുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ സപ്പോർട്ട് രേണുവിന് തന്നെയായിരിക്കും. എൻ്റെ വോട്ടും രേണുവിനായിരിക്കും. അറിയില്ല, അവിടെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നല്ലതായിട്ട് രേണുവിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നല്ലതാണെങ്കിൽ നല്ലതെന്ന് തന്നെ പറയും. അല്ലാതെ നമ്മൾ ഇതിനു മുന്നേ രേണുവിനെ പല കാര്യങ്ങളും വിമർശിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഷോയിൽ അവർ നല്ല രീതിയിൽ അവർ ആത്മാർത്ഥമായിട്ട് ഗെയിം കളിച്ച്
ആ ഒരു ഗെയിം നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ സപ്പോർട്ട് അവർക്ക് ഉണ്ടാവും. അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ ചാനലിൽ ഈ ബിഗ് ബോസിൻ്റെ റിവ്യൂ കൂടുതൽ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ വേണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണണം. നമുക്ക് 2 ചാനലുണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ SP വ്ളോഗും പിന്നെ SRKT എന്ന് പറയുന്ന ഒരു ചാനൽ കൂടെ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. 2 ചാനലിൽ ഓൾമോസ്റ്റ് ബിഗ് ബോസിൻ്റെ റിവ്യൂസ് കൂടുതൽ ചെയ്യാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ലൈവ് കണ്ടിട്ട് നമ്മൾ അതാത് റിവ്യൂസൊക്കെ അതാത് സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എന്തായാലും ഓക്കെ, എല്ലാവർക്കും ബൈ.